Okay, straight line general equations ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. General equation of a line എന്ന് പറയുന്നത് ax plus by plus ax plus by plus c equal to 0 ആണ്. അതിനകത്തുനിന്ന് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് പോകാൻ, സ്ലോപ്പ് കാണാൻ y equal to എന്ന് പറഞ്ഞ ഫോമിൽ എഴുതുക. ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതാൻ അറിയാം. x by a plus y by b equal to 1 എന്ന് പറയുന്ന ഫോമിൽ എഴുതിയിട്ട് ഇന്റർസെപ്റ്റ്സ് എടുക്കുക. നോർമൽ ഫോം എന്തായിരുന്നു? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണ്. ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് പോകാൻ കോസ് ഒമേഗ എന്ന് പറയുന്നത് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സൈൻ ഒമേഗ എന്ന് പറയുന്നത് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ആൻഡ് പി എന്ന് പറയുന്നത് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ആ വാല്യൂ കണ്ട് യു കെൻ റൈറ്റ് ഇൻ നോർമൽ ഫോം. അതിന്റെ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു പോയിന്റിന് ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സപ്പോസ് ഇതാണ് ലൈൻ. ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് by plus c equal to 0 ആണെന്ന് വിചാരിക്കുക. and you have a point p, point x1 y1. അപ്പൊ ഈ ലൈനിൽ നിന്ന് അല്ലെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഡിസ്റ്റൻസ് എപ്പോഴും പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് d ആണെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ചെയ്യുന്നത്. സോ ax plus by plus c equal to 0 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. ആൻഡ് ദിസ് പോയിന്റ് ഇസ് എക്സ് ഇന്റർസെപ്റ്റ്. അപ്പൊ y ഇന്റർസെപ്റ്റിന് എന്താണ്, എക്സ് ഇന്റർസെപ്റ്റിനെ q എന്നും y ഇന്റർസെപ്റ്റിന് r എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർസെപ്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് ax plus by equal to c ആണെങ്കിൽ ഇതിനെ ax plus by equal to minus c എന്ന് എഴുതാം. സോ x by minus c by a plus y by minus c by b equal to 1 ആണ്. സോ x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ എ ആണ്. അപ്പൊ q എന്ന് പറയുന്ന പോയിന്റ് മൈനസ് സി ബൈ എ 0 ആയിരിക്കും. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ ബി ആണ്. അപ്പൊ r എന്ന് പറയുന്ന പോയിന്റ് 0 മൈനസ് സി ബൈ ബി ആണ്. y ആക്സിസിലെ ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ആ രണ്ട് പോയിന്റ് കിട്ടി. ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ ഒന്ന് എടുക്കുകയാണ്. പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ പിയുടെ കോർഡിനേറ്റ് x1 y1 ആണ്. q മൈനസ് സി ബൈ എ 0 ആണ്. r 0 മൈനസ് സി ബൈ ബി ആണ്. ഐ എം കൺസിഡറിങ്, നമുക്ക് 3 പോയിന്റ് ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ്, ഇത് പെർപെൻഡിക്കുലറിനെ പി എം എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ബേസ് ആണ്. അതായത് പി എം ഇൻറ്റു ക്യു ആർ. ഓക്കെ, നമുക്ക് വേണ്ടത് പി എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ പി എം ഇസ് 2 times area of triangle PQR divided by QR. നമ്മൾ ഓരോരുത്തരെ ഒന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്താണ്? ഫോർമുല നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഓഫ് പോയിന്റുകൾ x1 y1 ക്യു ആർ ആണ്, മൈനസ് സി ബൈ എ 0, then 0 മൈനസ് സി ബൈ ബി. ഇതാണ് 3 പോയിന്റുകൾ. അപ്പൊ x1 ഇൻറ്റു y2 മൈനസ് y1, x1 ഇൻറ്റു x1 into y3 minus y2, x1 into y3
y3 is y2 minus y3, x1 into y2 minus formula ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. ഏരിയ half of x1 into y2 minus y3 plus 2 into y3 minus y1 plus x3 into y1 minus y2 ആണ്. അപ്പൊ half of y2 minus y 0 minus c by b plus x2 minus c by a into എന്താണ് y3 minus y1. അപ്പൊ minus c by b minus y1 plus x3 എന്ന് പറയുന്നത് 0 ആണ്. 0 into y1 minus y2. y1 minus. So this is equal to half of x1 c by b. ഇവിടെ minus c by a into minus c by b plus c square by ab plus y1 c by a. ഇത്രയാണ് വരിക. ഇനി ക്യു ആർ എന്ന് പറയുന്നത് ക്യൂവും ആറും നമുക്കറിയാം. ഇതാണ് ക്യൂ ആൻഡ് ദിസ് ഇസ് ആർ. ഇത് പി ആണ്. ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x2 minus x1 the whole square 0 plus e by a the whole square plus minus c by b minus 0 the whole square equal to root of c square by a square plus c square by b square equal to root of c square into LCM a square b square ആണ്. അപ്പം മുകളില് b square plus a square എന്ന് പറയും. So that is equal to c by ab into root of a square plus b square. അപ്പൊ നമ്മള് d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പി എം എന്ന് പറയുന്ന d ആണ്. പി എം ഈക്വൽസ് d ഹാഫ് ഓഫ് ഏരിയ ഡിവൈഡഡ് ബൈ ക്യു ആർ ആണ്. സോ ഹാഫ് ഓഫ് ഏരിയ എന്താണ്? സോറി, ഹാഫ് ഓഫ് അല്ല, 2 times area. 2 times area into, so 2 times area is half of, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, half of x1 c by b plus c square by ab plus y1 by c by a divided by c by ab into root of a square plus b square. ഈ 2 ഉം ക്യാൻസൽ. ഇനി ഞാൻ മുകളിൽ ഒരു സി ബൈ എ ബി പുറത്തെടുക്കുവാണ്. സി ബൈ എ ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി ബൈ എ ബി പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എ x1 പ്ലസ് സി സ്ക്വയർ ബൈ എ ബി സി ബൈ എ ബി പോയ സി ആണ്. സി പ്ലസ് ഇവിടുന്ന് സി ബൈ എ ബി പുറത്തെടുക്കാന്ന് പറഞ്ഞാൽ ഇതിനെ ബി കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ബി ബൈ 1 ബൈ c by ab into root of a square plus b square. So I can write this as c by ab cancels on both sides. So this is modulus value ang edukana a x1 plus b y1 plus c divided by root of
a square plus b square. ഈ മോഡുലസ് എടുത്ത് എന്താന്ന് വെച്ചാൽ മുകളിലെ ഏരിയ ആണ് കാണുന്നത്. ഏരിയ നമ്മൾ വി ഓൾവേസ് ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് വാല്യൂ. അതുകൊണ്ട് ബ്രാക്കറ്റ് മാറ്റി ഞാൻ മോഡുലസ് വാല്യൂ കൊടുത്തുന്നേ ഉള്ളൂ. So distance between the point x1 y1 to the line ax plus by plus c equal to 0 എന്ന് പറയുന്നത് x1 y1 നിന്ന് ax plus by plus c equal to 0 യിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ ഫോർമുല ഇതാണ്. ax1 ഈ ലൈനിന്റെ ഇക്വേഷനിൽ x1ഉം y-ക്കും പകരം x1 y1 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അത് കണ്ടു വന്ന വിധം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നീഡ് ടു ലേൺ ഓൺലി ദ formula. Distance between a point and a line. So if you do a problem, find the distance of the point minus 1 1 from 12 into x plus 6 equals 5 into y minus 2. So line ആദ്യം ax plus by plus c equal to 0 എന്ന് പറയുന്ന ഫോർമുല എഴുതുക. So that is 12x plus 72 equal to 5y minus 10. That is 12x minus 5y plus 82 equal to 0. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ആൻഡ് ദ പോയിന്റ് ഇസ് minus 1 1. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12x1 minus 5y1 plus 82 divided by root of 12 square plus 5 square ആണ്. x1 y1 എന്ന് പറയുന്നത് നമുക്കറിയാം മോഡുലസ് 12 into minus 1 minus 5 into 1 plus 82 divided by root of 144 plus 25. That is equal to minus 12 minus 5 plus 80 divided by root of 169. 169 റൂട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്. 82 minus 17 65. That is equal to 5. But distance of the point from the line എന്ന് പറയുന്നത് 5 ആയിരിക്കും. And another one, find the point on the x-axis. You have to find point on x-axis whose distance from the line x by 3 plus y by 4 equal to 1 are 4 units. ഈ ലൈനിന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ് ആണ്. പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ദ പോയിന്റ് ഇസ് ഓൺ എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിലാവുമ്പോൾ പോയിന്റിന്റെ പോയിന്റ് വിൽ ബി ഓഫ് ദ ഫോം x0. അപ്പൊ ഈ x0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ലൈനിൽ നിന്നും 4 ഡിസ്റ്റൻസ് അകലെയാണ് ഇരിക്കുന്നത്. സോ ആദ്യം നിങ്ങൾ ഈ ഇക്വേഷനെ ax plus by plus c equal to 0 ആക്കുക. അതായത് x by 3 plus y by 4 equal to 1. LC എടുക്കുക, 12 ആണ്. This is 4x plus 3y equal to 1. 4x plus 3y minus 12 equal to 0. ഇതാണ് ലൈൻ. Then you know the formula d equals mod ax1 plus by1 plus c divided by root of a square plus b square ആണ്. So distance 4 എന്ന് തന്നിട്ടുണ്ട്. മോഡ് a എന്ന് പറയുന്നത് 4 ആണ്. 4x പോയിന്റ് x0 ആണ്. പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ പോയിന്റ് x0 ആണ്. So 4x plus 3 into 0 minus 12 divided by root of 4 square plus 3 square. അപ്പൊ ഇത് 4x minus 12 divided by 16 9 25 5. So 20 equals 4x minus 12. So 4x equal to 32, x equal to 8. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത്
ഈ 0 ആയിരിക്കും. അത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ കേട്ടോ, നമുക്ക് രണ്ടു തരത്തിലും കാണാം. മോഡ് 4x minus 12 ആണ്. സോ ഇത് ഒന്നുകിൽ യു കെൻ ടേക്ക് ദിസ് ആസ് plus 4x minus 12 അല്ലെങ്കിൽ 20 equals minus of 4x minus 12 ഒന്നും എടുക്കാം. അപ്പൊ this becomes minus 4x plus 12. അപ്പൊ 4x will be 12 minus 20 equal to minus 8. അപ്പൊ x എന്ന് പറയുന്നത് -2 ആയിരിക്കും. സോ പോയിന്റ് ക്യാൻ ബി -2 എന്നും ആകാം. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. അതായത് 4 ഈക്വൽ ടു മോഡ് 4x minus 12 by 5 എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ അവസാനം വരിക. അതിൽ നിന്ന് ഈ മോഡുലസിന് പ്ലസ് ഓർ മൈനസ് എടുക്കാം. പ്ലസ് എടുത്താൽ യു ആർ ഗെറ്റിംഗ് ദിസ് പോയിന്റ്, മൈനസ് എടുത്താൽ യു ആർ ഗെറ്റിംഗ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിലെ പോയിന്റുകളാണ് രണ്ടും നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ പോയിന്റ് കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ലൈനും തന്നു കഴിഞ്ഞാൽ പോയിന്റ് കണ്ടുപിടിക്കാം, പോയിന്റ് ലൈനും തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ പിന്നെ ഉള്ളതെല്ലാം കുറച്ച് എന്താണ് ഇതുവരെ നമ്മൾ പഠിച്ചതിലുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അത് യു കെൻ റൈറ്റ് ഫ്രം ദ നോട്ട്സ്. The distance between two parallel lines ആണ്. Parallel lines. രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു ലൈൻ എന്ന് പറയുന്ന സ്ലോപ്പ് എം ആണെങ്കിൽ mx പ്ലസ് c1 ആയിരിക്കും. മറ്റേ ലൈൻ y ഈക്വൽ ടു mx പ്ലസ് c2 ആയിരിക്കും. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ ഒരു കോൺസ്റ്റന്റിലാണ് വ്യത്യാസം ഉണ്ടാവുക. പാരലൽ ലൈൻസ് ഇത് y ഈക്വൽ ടു mx പ്ലസ് c1 ആണ്. y equal to mx plus c2. ആദ്യത്തെ ലൈന് c1 നോട്ടേക്കാം. c. ഈ ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്ന എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് -c1/m0 ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് 1 and 2 എന്ന് പറയുന്നത് എ perpendicular distance from y equal to mx plus c2 mx plus c1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഈ പോയിന്റ് -c1/m0 ഉണ്ട്. ഈ ലൈനെ നമുക്ക് ax plus by plus c equal to 0 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. എന്താണ് mx minus y plus c2 equal to 0. അതാണ് ലൈൻ. പോയിന്റ് എന്ന് പറയുന്നത് -c1/m0 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? മോഡുലസ് ax1 plus by1 plus c divided by root of a square plus b square ആണ്. മോഡുലസ് a എന്ന് പറയുന്നത് ഇവിടെ m ആണ്. m into x1 minus c1/m plus by1. b -1 ആണ്, y1 0 ആണ്, plus c divided by c അല്ല c2 ആണ്, സോറി, divided by root of a square. a square എന്ന് പറയുന്നത് m square plus 1 square. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ട അതേ ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. This is equal to modulus c1. ഈ m ക്യാൻസൽ ചെയ്യും. -c1 plus c2 divided by
root of 1 plus m square. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതിയാൽ C2 minus C1 divided by root of 1 plus m square. ഇതിൽ ആരെ C2 എന്നെടുത്താലും കുഴപ്പമില്ല, നമ്മൾ മോഡുലസ് വാല്യൂ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലസ് സൈൻ ആണ് വരിക. either you can write C1 minus C2 by root of m1 plus m square എന്ന്, അല്ലെങ്കിൽ C2 minus C1 മോഡുലസ് C2 minus C1 by root of 1 plus m square എന്ന് എഴുതാം. y equal to mx plus c എന്ന് പറയുന്ന എന്ന രീതിയിലാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ. ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ ഇക്വേഷൻ നോർമൽ ജനറൽ ഫോമിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ax plus by plus c1 equal to 0 എന്നും ഇവരുടെ എന്താണ് സ്ലോപ്പ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എയും ബിയും ഒരുപോലെ ആയിരിക്കും ഈ രണ്ട് ലൈൻ, പ്ലസ് C2 equal to 0. ഇതായിരിക്കും ജനറൽ ഫോമിൽ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻസ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് C1 minus C2 or you can write C2 minus C1 whatever it is divided by root of a square plus b square എന്ന് കൊടുക്കാം. So അതിന്റെ ഒരു പ്രോബ്ലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് 15x plus 8y minus 34 equal to 0 and 15x plus 8y plus 31 equal to 0. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മോഡുലസ് C1 minus C2 ആണെങ്കിൽ -34 minus 31 എടുക്കാം. ഇനി C2 minus C1 ആണ് എടുക്കുന്നതെങ്കിൽ 31 minus -34 is plus 34. എല്ലാം ഒരുപോലെ വരുള്ളൂ മോഡുലസ് വാല്യൂ ഉള്ളത് കൊണ്ട്. 15 square plus 8 square. That is 65 by 17 ആണ്. അപ്പോൾ രണ്ട് ലൈൻസ് L into x plus y plus p equal to 0, L into x plus y minus r equal to 0. So ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് e plus r divided by root of L square plus L square. That is p plus r by root 2 L. അങ്ങനെ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ്, ഐ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് കണ്ടുപിടിക്കും. സോ തൽക്കാലം അത്രയും ഉള്ളൂ. ബാക്കി പ്രോബ്ലം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദ പ്രോബ്ലംസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതിനകത്ത് പുതിയ ടോപ്പിക്കുകളൊന്നുമില്ല, നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ നോട്ടിൽ. അപ്പൊ യു റൈറ്റ് ഓൾ ദ നോട്ട്സ്. ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.